KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവത്തിന്റെ തിരക്കുള്ളതുകൊണ്ടാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. മാതൃസംഘടനയിലേക്ക് പോകുമെന്ന പ്രചരണം വ്യാജമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC നേതൃത്വം എതിരാളികൾക്ക് ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നും മാധ്യമപ്രവർത്തകരോട് സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC സ്ഥാനാരോഹണ ചടങ്ങിൽ കാണാതായതിൽ അന്വേഷിക്കുന്ന മാതൃസംഘടനാ പ്രവർത്തകരോട് സ്നേഹമുണ്ട്. KPCC നേതൃത്വത്തെ അറിയിച്ച് അനുമതി വാങ്ങിയതിനു ശേഷമാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചിട്ടുണ്ട്. നേരിൽ അവരോട് എല്ലാവരോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. എന്തായാലും എന്റെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുന്ന പഴയ മിത്രങ്ങളോട് നന്ദിയുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ ചലിപ്പിക്കാനും ശേഷിയുള്ള പുതിയ KPCC നേതൃത്വം അണികളിൽ ആവേശമാണ്. കോൺഗ്രസ് വിടുമെന്ന തരത്തിൽ തന്നെക്കുറിച്ച് വരുന്ന പ്രചരണങ്ങൾ വ്യാജമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC സെക്രട്ടറിയാണ്, ഇപ്പോഴത്തെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ന് ചുമതല ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് അവിടെ പോകാത്ത. കാരണം ഞങ്ങളുടെ മുന്നിൽ വലിയൊരു ദൗത്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ പോകാനുള്ളൊരു അസൗകര്യം, കാരണം 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്ര വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോകാത്തത്. മറ്റൊരു അർത്ഥവും അതിന് കൊടുക്കേണ്ടതില്ല. ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങളൊന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇങ്ങനൊരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.